ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ നിസ്സഹകരണ പ്രസ്ഥാനത്തിനുള്ള മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിലൊന്നായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പിറവി. 1920 ഒക്ടോബർ 29 സ്ഥാപിതമായ ഈ സർവകലാശാല ഒരു നൂറ്റാണ്ട് പിന്നിടുകയും രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ പ്രസക്തമായ പങ്ക് വഹിക്കുകയും ചെയ്തു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുമ്പോൾ ഈ ചരിത്രത്താളുകൾ മറിച്ചുനോക്കുകയും ജാമിയയുടെ സ്ഥാപക അംഗങ്ങളായ ഡോക്ടർ മുക്താർ അഹമ്മദ് അൻസാരി, ഹക്കീം അജ്മൽ ഖാൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. JMU സ്ഥാപിച്ചു എന്നതിൽ തീരുന്നില്ല ഇവർ ഇരുവരും സ്വാതന്ത്ര്യസമരത്തിന് നൽകിയ സംഭാവനകൾ. പ്രക്ഷോഭകാരികളെയും വിപ്ലവകാരികളെയും ചികിത്സിച്ചുകൊണ്ട് അവർ സ്വാതന്ത്ര്യസമരത്തിന് നിരന്തരമായ പിന്തുണ നൽകി. जितनी बार दिल्ली में कांग्रेस के सम्मेलन हुए तो जितने भी डेलीगेट्स आते थे और 1000 से 1200 के करीब डेलीगेट्स आते थे, वो उनकी कोठी पर रहा करते थे और उनका रहने का और खाने का सारा इंतजाम डॉक्टर अंसारी करते थे. उस जमाने में डॉक्टर अंसारी की फीस, कंसल्टेशन फीस 35 रुपया थी और वो एक दिन में 9-10 से ज्यादा मरीजों को देखते नहीं थे. और इनमें कई मरीज ऐसे भी होते थे जो फ्रीडम फाइटर्स होते थे, जो पुलिस से बच के भाग रहे होते थे, जो पुलिस की गोली वोली जलाने में घायल हो गए होते थे, या लाठी चार्ज वगैरह में उनकी बुरी हड्डियां वड्डियां टूट गई होती थी, लेकिन वो गिरफ्तारी से बच जाते थे. तो वो छुपते छुपाते डॉक्टर अंसारी के घर पहुंच जाते थे. डॉक्टर अंसारी उनका इलाज करते थे, उनको अपने घर में रखते थे, उनका रहने का खाने का सारा इंतजाम करते थे और जब उनको वापस जाना होता था तो उनको घर जाने का किराया भी देते थे. 1928 മുതൽ 1936 വരെ JMUവിന്റെ വൈസ് ചാൻസലറായി ഡോക്ടർ അൻസാരി സേവനമനുഷ്ഠിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സ്വാതന്ത്ര്യസമര സേനാനികളുടെ ആശ്രയമായി അദ്ദേഹം മാറി. ആരോഗ്യ സംരക്ഷണത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ ഡോക്ടർ MA അൻസാരി പ്രധാന പങ്കുവഹിച്ചതായി ചരിത്രകാരൻ സൊഹൈൽ ഹാഷ്മി പറഞ്ഞു. उस जमाने में फ्रीडम स्ट्रगल के दौरान, आज़ादी की लड़ाई के दौरान जितने भी फ्रीडम फाइटर्स थे जिनको इलाज की ज़रूरत होती थी, वो दिल्ली अगर पहुंच सकते थे तो वो डॉक्टर अंसारी के घर रहा करते थे. और इसमें सिर्फ कांग्रेसी नहीं थे, इसमें समाजवादी भी थे, इसमें दूसरे पॉलिटिकल विंग के लोग भी थे, उसमें लेफ्ट के लोग भी थे, उसमें कम्युनिस्ट भी थे, उसमें अंडरग्राउंड मूवमेंट के लोग भी थे. वो सब के सब डॉक्टर अंसारी के घर छुपा करते थे और डॉक्टर अंसारी उनकी मदद किया करते थे. बिल्कुल ये बहुत बड़ा रोल था उनका. और ये उन लोगों में से एक थे जिनके बारे में गांधी जी ने जब दिल्ली आके पूछा कि दिल्ली का बादशाह, दिल्ली में तुम्हारा बादशाह कौन है, तो लोगों ने उनको 2 ही नाम दिए थे, एक हकीम अजमल खान और एक डॉक्टर अंसारी. അക്കാലത്ത് 3 മികച്ച ശസ്ത്രക്രിയാ വിദഗ്ധർ ഇന്ത്യയിൽ പ്രശസ്തരായിരുന്നു. അതിലൊരാൾ ഡൽഹിയിലെ ഡോക്ടർ മുക്താർ അഹമ്മദ് അൻസാരി ആയിരുന്നു. ഡൽഹിയിലെ ദര്യാഗഞ്ചിൽ ഡോക്ടർ MA അൻസാരിക്ക് ഒരു വലിയ വീടുണ്ടായിരുന്നു.
അവിടെയായിരുന്നു ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാന പ്രതിനിധികൾ വന്നു താമസിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ETV ഭാരത്.